പമ്പയിൽ സർക്കാർ നടത്തിയ ആഗോള അയ്യപ്പ ഭക്സമത്തിന്റെ ടെൻഡർ പാലിക്കാതെയാണ് കരാർ നൽകിയതെന്ന ഓഡിറ്റ് റിപ്പോർട്ടാണ് ഈ ഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഊരാളുങ്കൽ സൊസൈറ്റിക്ക് മാത്രം 4.4 കോടി രൂപയാണ് സംഘാടകർ കൈമാറിയത്. ദേവസ്വം ബോർഡിൽ നിന്നെടുത്ത 2 കോടി തിരിച്ചടച്ചിട്ടില്ലെന്നും ഹോട്ടൽ താമസത്തിന് ചിലവായ 37 ലക്ഷത്തിന് GST ബില്ലില്ലെന്നും ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ദേവസ്വം ബോർഡിന് ഇതിലൂടെ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായി എന്നതാണ് ഇവിടെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം. രാജീവ് കൂടി തിരുവനന്തപുരത്ത് നിന്നും ചേരുകയാണ്. രാജീവ്, ഇതിപ്പോൾ ഈ ശബരിമലയിലെ കൊടിമരത്തിൻ്റെ പുനഃപ്രതിഷ്ഠ ഉൾപ്പെടെയുള്ള പല വിഷയങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് കഴിഞ്ഞ കുറേ നാളുകളായി ശബരിമലയിൽ നടന്നത് തീവെട്ടിക്കൊള്ളയാണ്. അത് കോൺഗ്രസിൻ്റെ ഭരണകാലത്താണെങ്കിലും CPMൻ്റെ ഭരണകാലത്താണെങ്കിലും സമാനമായ രീതിയിൽ ഭക്തൻ ദേവന് നൽകിയിട്ടുള്ള പലതും ഇന്ന് അവിടെ ഇല്ല, അവിടെ നിന്നും തട്ടിയെടുത്തുകൊണ്ട് പോയി. അതിൻ്റെ ഏറ്റവും അവസാനമായി പമ്പയിൽ നടന്ന അയ്യപ്പ സംഗമം, അതുമായി ബന്ധപ്പെട്ടും വലിയ സാമ്പത്തിക തട്ടിപ്പ് നടന്നു എന്നാണല്ലോ ഈ ഓഡിറ്റ് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. ഗൗതം, പ്രധാനമായും ശബരിമലയുടെ അടിസ്ഥാന വികസന രംഗത്ത് വലിയ നേട്ടമുണ്ടാക്കാനാകും എന്ന അവകാശവാദത്തോടു കൂടിയായിരുന്നു സംസ്ഥാന സർക്കാർ ഈ അയ്യപ്പ സംഗമം പമ്പ മണൽപ്പുറത്ത് സംഘടിപ്പിച്ചത്. വലിയ വ്യവസായികൾ ഇവിടേക്കെത്തും, നിക്ഷേപങ്ങളെത്തും. ആ നിക്ഷേപങ്ങൾ കൊണ്ട് ശബരിമലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വലിയ രീതിയിൽ വർദ്ധിപ്പിക്കാൻ കഴിയും. നിലയ്ക്കലും പമ്പയും അതുപോലെ തന്നെ സന്നിധാനവുമൊക്കെ വലിയ രീതിയിലേക്ക് വികസനങ്ങൾ കൊണ്ട് നിറയും എന്നൊക്കെയായിരുന്നു സർക്കാരിൻ്റെ അവകാശവാദം. നമുക്കറിയാം, മുഖ്യമന്ത്രിയൊക്കെ വാർത്താസമ്മേളനം വിളിച്ച് ഇതിനെക്കുറിച്ചുള്ള അവകാശവാദങ്ങൾ പലതവണ പറയുന്നു. ദേവസ്വം മന്ത്രി പലതവണ അവകാശവാദങ്ങൾ നിരത്തിക്കൊണ്ട് വാർത്താ സമ്മേളനം വിളിക്കുന്നു. കോടികൾ ചിലവഴിച്ചുകൊണ്ട് ഈ രീതിയിൽ അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നു. പക്ഷേ ആ അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചുകൊണ്ട് ആർക്ക് എന്ത് പ്രയോജനം എന്ന ചോദ്യം പല ഘട്ടങ്ങളിലായി ഉയർന്നതാണ്. ഏതായാലും യഥാർത്ഥ ഭക്തർക്ക് അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടായില്ല എന്ന് തുടർന്ന് നടന്ന മണ്ഡലകാലം ആയാലും അതുപോലെ തന്നെ മകരവിളക്കായാലും നമ്മൾ കണക്കിലെടുത്തു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. പക്ഷേ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് നോക്കുമ്പോഴാണ് ഈ ക്രമക്കേടുകൾ പുറത്തേക്ക് വരുന്നത്. വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ ശബരിമല കേന്ദ്രീകരിച്ചുകൊണ്ട്, അയ്യപ്പ സംഗമം കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നു എന്നതിൻ്റെ കൂടുതൽ തെളിവുകൾ ഇങ്ങനെ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ വന്നിരുന്നത് ഓഡിറ്റ് റിപ്പോർട്ടാണ്. ആ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നത് അടിമുടി ക്രമക്കേടുകൾ എന്നാണ്. അതായത് 4 കോടി രൂപയോളം ചെലവഴിച്ചാണ് അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചതെന്ന് സർക്കാർ പറയുമ്പോൾ അതിനുമൊക്കെ അപ്പുറത്തേക്ക് കോടികൾ ഇതിനുവേണ്ടി ചെലവഴിച്ചിരിക്കുന്നു. ആ തുക ചെലവഴിച്ചിരിക്കുന്നത് കോടതിയുടെ മാനദണ്ഡങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ദേവസ്വം ബോർഡിൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് എന്ന് തെളിയിക്കുന്ന രേഖകൾ പുറത്തു വരുന്നു എന്ന് മാത്രമല്ല, ഹൈക്കോടതി നിയോഗിച്ച ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ തന്നെ അതിനെ എതിർക്കുന്നു. മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട കണക്കെടുപ്പുകൾ പൂർത്തിയാകുമ്പോൾ ഓഡിറ്റ് റിപ്പോർട്ടിൽ കൃത്യമായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ആരാണ് എന്നത് സംബന്ധിച്ച വ്യക്തതയില്ല. 2 കോടിയുടെ സ്പോൺസർമാർ ആരാണ് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തത വരുത്താൻ കഴിഞ്ഞിട്ടില്ല. സർക്കാരിൻ്റെ കണക്കുകൾ പ്രകാരം നോക്കുകയാണെങ്കിൽ ഒരു സ്പോൺസർ കേരള ബാങ്കാണ്, രണ്ടാമത്തെ സ്പോൺസർ ധനലക്ഷ്മി ബാങ്കാണ്, മൂന്നാമത് അദാനി ഗ്രൂപ്പ് കൂടി ഉണ്ടെന്ന് പറയുമ്പോഴും നിലവിൽ ഇക്കാര്യങ്ങളിലൊന്നും വ്യക്തതയില്ല എന്നാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ വളരെ കൃത്യമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. മാത്രമല്ല, മറ്റു കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ, അതായത് പിന്നീട് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഈ പല പണങ്ങളും ചെലവഴിച്ചതിന് കൃത്യമായ രേഖകളില്ല, കണക്കുകളില്ല. 37 ലക്ഷം രൂപ റൂം ബുക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷേ GST ബില്ലില്ല. ആ രീതിയിൽ വളരെ കൃത്യമായ ക്രമക്കേടുകൾ ഈ വിഷയത്തിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൂടി അന്വേഷണം വേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യം കട്ടളപ്പാളികൾ, പിന്നീട് ദ്വാരപാലക ശില്പത്തിലെ പാളികൾ, മാത്രമല്ല 2025 തന്നെ വീണ്ടും ഈ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിടുന്നു. അതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി അന്വേഷണം പ്രഖ്യാപിക്കുന്നു. പിന്നീട് ഇങ്ങോട്ട് ശബരിമലയിൽ നടന്ന ഈ കവർച്ചയുടെ ഒന്നിലധികം ഉദാഹരണങ്ങളാണ് ഓരോ ദിവസവും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും ഒടുവിലത്തേതായി മാത്രം ഇതിനെ കണക്കാക്കാൻ കഴിയും എന്ന ഈ ഘട്ടത്തിലും പറയാൻ കഴിയില്ല. കാരണം വീണ്ടും ഓരോ തെളിവുകൾ ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ ഏതായാലും ഇപ്പോൾ അയ്യപ്പ സംഗമം കൂടി അന്വേഷണ പരിധിയിലേക്ക് പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കഴിഞ്ഞ ദിവസം SIT ആണ് ഇതുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ ഉന്നയിച്ചത്. ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചതിൽ ഈ ഫണ്ട് എങ്ങനെ വിനിയോഗിച്ചു എന്നത് സംബന്ധിച്ച ഒരു വ്യക്തതയില്ല എന്ന് കഴിഞ്ഞ ദിവസം SIT കോടതിയെ അറിയിച്ചിരുന്നു. ഇതിനുശേഷമാണ് ഓഡിറ്റ് റിപ്പോർട്ട് കൂടി സമർപ്പിച്ചത്. ഈ ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ കോപ്പിയിലാണ് വളരെ ഗുരുതരമായ പരാമർശങ്ങൾ ഉള്ളത്. അടിമുടി ക്രമക്കേട് എന്ന് തന്നെ ഇതിനെ പറയേണ്ടിയിരിക്കുന്നു. ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ക്രമക്കേടുകളാണ് ഇതിൽ നടന്നിരിക്കുന്നത്. ഈ കോടിക്കണക്കിന് രൂപ എന്തിന് ചെലവഴിച്ചു, ഏതിന് ചെലവഴിച്ചു എന്നത് സംബന്ധിച്ച വ്യക്തതയില്ല. സ്പോൺസർമാർ ആരാണ് എന്നത് സംബന്ധിച്ച് പോലും വ്യക്തതയില്ല. അതായത് ആദ്യഘട്ടത്തിലെ സർക്കാരിൻ്റെ അവകാശവാദം നോക്കുകയാണെങ്കിൽ കോടികൾ നൽകാൻ ഇവിടെ വ്യവസായികളുണ്ട്. അവർ ശബരിമലയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി എത്ര പണം ചെലവഴിക്കാനും തയ്യാറാണ് എന്ന് സർക്കാർ ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നെങ്കിൽ ഇപ്പോൾ ആ സ്പോൺസർമാർ ആരാണ്? നിലവിൽ സർക്കാരിന് മുന്നോട്ട് വെക്കാൻ കഴിയുന്ന സ്പോൺസർമാരെന്ന് പറയുന്നത് കേരള ബാങ്കും അതുപോലെ തന്നെ ധനലക്ഷ്മി ബാങ്കും മാത്രമാണ്. അവർ പണം നൽകിയോ എന്ന കാര്യത്തിൽ പോലും വ്യക്തതയില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ട വാർത്തയനുസരിച്ചാണെങ്കിൽ നിയമസഭയിൽ ദേവസ്വം മന്ത്രി വാസവൻ പറഞ്ഞത്
3 കോടി രൂപയാണ് ദേവസ്വം ബോർഡിൻ്റെ അക്കൗണ്ടിൽ നിന്നും അയ്യപ്പ സംഗമം നടത്തുന്നതിന് വേണ്ടി ഉപയോഗിച്ചത്. സ്പോൺസർഷിപ്പിലൂടെ പണം ലഭിച്ചപ്പോൾ ആ പണം തിരികെ നൽകിയെന്നാണ്. എന്നാൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന ഓഡിറ്റ് റിപ്പോർട്ടിൽ വളരെ കൃത്യമായി തന്നെ പറയുന്നു, ആ പണം ഇതുവരെ തിരികെ ലഭിച്ചിട്ടില്ല. അതായത് ദേവസ്വം ബോർഡിന് ഇതുവരെ ഒരു ചില്ലിക്കാശ് പോലും തിരികെ നൽകിയിട്ടില്ല. ഹൈക്കോടതി എന്താണോ പറഞ്ഞത്, അതായത് ദേവസ്വം ബോർഡ് അക്കൗണ്ടിൽ നിന്ന് 1 രൂപ പോലും ചെലവഴിക്കരുതെന്ന് ഹൈക്കോടതി നിർദ്ദേശമുണ്ട്. ആ നിർദ്ദേശം പോലും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈ രീതിയിൽ പണം ചെലവഴിച്ചിരിക്കുന്നത്. ദേവസ്വം ബോർഡിൻ്റെ അക്കൗണ്ടിൽ നിന്ന് തന്നെ കോടികൾ ചെലവഴിക്കുന്നു. ആ പണം ഇതുവരെ തിരികെ നൽകുന്നില്ല എന്ന് മാത്രമല്ല, ആ പണം ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ അയ്യപ്പ സംഗമം പോലും ക്രമക്കേടുകൾ കൊണ്ട് നിറയുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എത്തുന്നത്. ഗൗതം, രാജീവ്, അങ്ങനെയെങ്കിൽ ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യണം. കാരണം നമുക്കറിയാം, ഈ ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് കോടതി നടത്തിയ ഇടപെടൽ തന്നെയാണ് അന്വേഷണം കുറേയെങ്കിലും ശരിയായ ദിശയിൽ പോയി. പിന്നീട് SIT അന്വേഷണം വഴിതെറ്റുന്നുണ്ടെങ്കിൽ പോലും കോടതി ആ കാര്യങ്ങളിലൊക്കെ ഇടയ്ക്ക് ചില പരാമർശങ്ങൾ നടത്താറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം SITയുടെ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നു. ആ റിപ്പോർട്ടിനകത്ത് കൃത്യമായി ഈ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് ചില വീഴ്ചകൾ സംഭവിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ചില തട്ടിപ്പുകൾ നടന്നിരിക്കുന്നുവെന്ന് SIT റിപ്പോർട്ടിൽ പറയുന്നു. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് കൂടി കാര്യങ്ങൾ അന്വേഷിക്കണം എന്ന് കോടതി പറഞ്ഞേക്കാം. കാരണം കോടതി പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാതെ ദേവസ്വം ബോർഡിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് പരിപാടി നടത്തിയതുൾപ്പെടെ കോടതി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ബോർഡ് കടന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ സർക്കാർ കടന്നിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും ഈ വിഷയം കൂടി അന്വേഷിക്കട്ടെ, SITയുടെ അന്വേഷണ പരിധിയിലേക്ക് വരട്ടെ എന്നൊരു നിലപാടിലേക്ക് ഒരുപക്ഷെ കോടതി അധികം വൈകാതെ തന്നെ എത്തിയേക്കാം. തീർച്ചയായും ഗൗതം, ഇതിന് 2 സാധ്യതകളാണ്. ഒന്നുകിൽ ഇപ്പോഴത്തെ അന്വേഷണ സംഘത്തോട് ഇതുകൂടി അന്വേഷിക്കാൻ പറയാം. നിലവിലിപ്പോൾ സാമ്പത്തിക ക്രമക്കേടുകളാണ് നടന്നിരിക്കുന്നത്, അതും ദേവസ്വം ബോർഡിന്റെ പണമാണ് ഈ സാമ്പത്തിക ക്രമക്കേടുകൾ ഏറ്റവും. ഇപ്പോൾ BHP സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിൽ വിളയിൽ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ അനിൽ വിളയിൽ, ഈ ഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ പമ്പയിൽ സർക്കാർ നടത്തിയ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. അതിൽ വ്യാപകമായ തട്ടിപ്പ് നടന്നിരിക്കുകയാണ്. അതായത് കരാർ വിളിക്കാതെ ടെൻഡർ നടപടികളൊന്നും പാലിക്കാതെ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് 4 കോടി രൂപ കൈമാറിയിരിക്കുന്നു. മാത്രമല്ല, ഇതിൻ്റെ നടത്തിപ്പിനായി തുക ലഭിച്ചിരിക്കുന്നത് എവിടെ നിന്നാണ്, ആരാണ് ഇതിൻ്റെ യഥാർത്ഥ സ്പോൺസർമാർ, ഇക്കാര്യങ്ങളിലൊക്കെ അവ്യക്തതയുണ്ട് എന്നാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നത്. അങ്ങ് എങ്ങനെ പ്രതികരിക്കും? തീർച്ചയായിട്ടും നമ്മൾ ഒരു കാര്യം, ഈ നമ്മുടെ ജനം ചാനലെങ്കിലും ഇത് ആഗോള അയ്യപ്പ സംഘം എന്ന വാക്ക് കൊടുക്കരുത്. ആഗോള തട്ടിപ്പ് സംഘവുമാണ് നടന്നത്. ഇതിനകത്ത് ആത്യന്തികമായ നഷ്ടമുണ്ടായിരിക്കുന്നത് അയ്യപ്പ ഭക്തന്മാർക്കും ആത്യന്തികമായ ലാഭമുണ്ടായിരിക്കുന്നത് കേരളത്തിലെ CPM-നും അല്ലെങ്കിൽ ഇടത് മുന്നണിക്കുമാണ്. ഞാൻ അങ്ങനെ പറയാൻ കാരണം, നമ്മൾ ശ്രദ്ധിക്കുക, ഇതൊരു 8 കോടി രൂപ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിസ്സാരമായ ഒരു തുകയാണ് 8 കോടി രൂപ. അയ്യപ്പ ഭഗവാൻ എന്ന് പറയുന്ന ഒരു ബിംബത്തിനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ നേതാവായിട്ടുള്ള പിണറായി വിജയന്റെ ഹോർഡിങ്ങുകൾ 2 കോടി രൂപ മുടക്കിക്കൊണ്ട് കേരളമെമ്പാടും ഹോർഡിങ്ങുകൾ സ്ഥാപിച്ചുകൊണ്ട് നടത്തിയ ഒരു പരിപാടിക്ക് 8 കോടി രൂപയുടെ സ്പോൺസർഷിപ്പ് കിട്ടിയില്ല എന്ന് പറയുന്നത് തെറ്റാണ്. 80 കോടി രൂപയെങ്കിലും ഇതിന്റെ പിറകില് ഈ സ്പോൺസർമാരിൽ നിന്നും പേരും നാളും ഊരും പേരുമില്ലാത്ത സ്പോൺസർമാരിൽ നിന്ന് ഇവർ പിരിച്ചു കാണും. നമ്മൾ അന്നത്തെ അതിന്റെ സ്വാഗത സംഘം ഒന്ന് നോക്കൂ. ഓരോന്നിനും ഓരോരോ മന്ത്രിമാരെയാണ് ചുമതലപ്പെടുത്തിയിരുന്നത്. ഓരോ മന്ത്രിമാർ, സ്പോൺസർഷിപ്പിന് ഒരു മന്ത്രി, ട്രാൻസ്പോർട്ടിന് ഒരു മന്ത്രി, അക്കോമഡേഷന് ഒരു മന്ത്രി, ഇത്രയും മന്ത്രിമാര് ചേർന്നുകൊണ്ടും ദേവസ്വം ബോർഡ് ചേർന്നുകൊണ്ടും എന്തുകൊണ്ട് 8 കോടി രൂപ സംഘടിപ്പിച്ചില്ല? തെറ്റാണത്. 80 കോടി രൂപ സംഘടിപ്പിച്ചു കാണും. ഇത് നമ്മൾ നോക്കണം. കുമരകത്ത് കള്ള് കുടിക്കാനും കരിമീൻ കഴിക്കാനും 35 ലക്ഷം രൂപ ചെലവഴിച്ചു. GST ബില്ലില്ല. ഹിന്ദുവിന്റെ പണം ഉപയോഗിച്ചുകൊണ്ട് കള്ള് കുടിച്ചതിന് ശേഷം കരിമീൻ കഴിച്ച് അയ്യപ്പ സംഗമം നടത്തുക എന്ന് പറയുന്ന ധാർഷ്ട്യം ഇവിടുത്തെ ഹിന്ദുവിന്റെ മണ്ടയ്ക്ക് കയറുന്നതിന്റെ ഭാഗമാണ്. അത് നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ ഒക്കുന്ന ഒരു കാര്യമല്ല. ഇത് സത്യസന്ധമായി പറയുകയാണെങ്കിൽ അയ്യപ്പ ഭഗവാൻ ഓരോ ദിവസവും പുറത്തു കൊണ്ടുവരുന്ന കള്ളത്തരങ്ങളുടെ മാലപ്പടക്കം പോലെയുള്ള ലിസ്റ്റാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഊരാളുങ്കൽ സൊസൈറ്റിക്കും കേരളത്തിലെ CPM-നും പണം ഉണ്ടാക്കാൻ വേണ്ടി സംഘടിപ്പിച്ച ആഗോള തട്ടിപ്പ് സംഗമമായിരുന്നു ശബരിമലയിലെ പമ്പയിൽ നടന്നത്. ഹിന്ദുവിന് ആത്യന്തികമായ നഷ്ടമുണ്ടായി. CPM-നും ഇവിടുത്തെ മന്ത്രിമാർക്കും ദേവസ്വം ബോർഡ് പ്രശാന്ത് ഉൾപ്പെടെയുള്ള ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കും കോടിക്കണക്കിന് രൂപയുടെ ലാഭം ഇതുമൂലം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും നഷ്ടമെന്ന് പറയരുത്. ഇത് നഷ്ടമല്ല. ഇത് പാർട്ടിക്കും ഊരാളുങ്കൽ സൊസൈറ്റിക്കും കോടിക്കണക്കിന് രൂപയുടെ ലാഭം ഉണ്ടാക്കി കൊടുത്ത വലിയൊരു ബിസിനസ് ആയിരുന്നു പമ്പയിൽ നടത്തുക. അയ്യപ്പന്റെ പേരുപയോഗിച്ചുകൊണ്ട് നടന്ന ശുദ്ധമായ തെമ്മാടിത്തരം അല്ലെ തട്ടിപ്പാണ് ഇത്. ഞാനത് ഒന്നുകൂടെ സൂചിപ്പിക്കുകയാണ്. ഇത് നഷ്ടമല്ല, ലാഭമായിരുന്നു. പാർട്ടിക്കും
ഊരാളുങ്കൽ സൊസൈറ്റിക്ക്. ഓക്കെ ഓക്കെ, വ്യക്തമാണ് ശ്രീ അനിൽ വിളയിൽ, VHPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി. എന്തായാലും അന്ന് തന്നെ VHPയും ഹിന്ദു ഐക്യവേദിയും അയ്യപ്പ സേവാ സമാജവും ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകൾ, അയ്യപ്പ ഭക്തരുടെ സംഘടനകൾ ഈ ഭക്തസംഗമത്തെ അല്ലെങ്കിൽ അയ്യപ്പ ഭക്തസംഗമം എന്ന പേരിൽ സർക്കാരും ദേവസ്വം ബോർഡും നടത്തിയ ഈ കൂട്ടായ്മയെ അതിരൂക്ഷമായി വിമർശിക്കുകയും ഇതിന് പിന്നിൽ വലിയ ദുരൂഹതകൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തതാണ്. ഇപ്പോൾ അനിൽ വിളയിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ ആത്യന്തികമായി ഇതിൻ്റെ ലാഭം കൊയ്തത് ഊരാളുങ്കൽ പോലെ CPMനോട് ചേർന്ന് നിൽക്കുന്ന സൊസൈറ്റികളും മറ്റ് സ്ഥാപനങ്ങളുമാണ്. അവരുടെ ലക്ഷ്യവും അതുതന്നെയായിരുന്നു. രാജീവ് തുടരുകയാണ്. രാജീവ്, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു വന്നത് ഇതിൻ്റെ അന്വേഷണം ഏത് ദിശയിലാകും എന്നുള്ളതാണ്. ഒരുപക്ഷെ കോടതി ഇപ്പോഴത്തെ SIT അന്വേഷണത്തിൻ്റെ ഭാഗമായി ഇതുകൂടി അന്വേഷിക്കൂ എന്ന് പറയാനാണോ സാധ്യത, അല്ലെങ്കിൽ പുതിയൊരു ടീം വരാൻ സാധ്യതയുണ്ടോ? കേന്ദ്ര ഏജൻസികളുടെ കടന്നുവരവ് സംബന്ധിച്ച് കൂടി പറയൂ രാജീവ്. ഗൗതം, ഇതിൽ രണ്ട് സാധ്യതകളാണ്. ഒന്ന്, പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ ഈ കേസ് കൂടി ഏൽപ്പിക്കാം. അതായത് ഹൈക്കോടതി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാം. ഈ കേസ് കൂടി തൽക്കാലം പ്രത്യേക അന്വേഷണ സംഘം പരിഗണിച്ചുകൊണ്ട് പ്രത്യേക കേസായി അന്വേഷിക്കാൻ പറയാം, പ്രത്യേകം FIR രജിസ്റ്റർ ചെയ്യാൻ ആവശ്യപ്പെടാം. രണ്ടാമതൊരു സാധ്യതയുള്ളത് ഇത് വിജിലൻസിന് വിടാം. അതിനാണ് ഏറ്റവും കൂടുതൽ സാധ്യത നിലനിൽക്കുന്നത്. കാരണം സാമ്പത്തിക ക്രമക്കേടുകളാണ് ഇതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഓഡിറ്റ് റിപ്പോർട്ടിൽ ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്നത് വലിയ രീതിയിലുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നു എന്നാണ്. അതായത് ദേവസ്വം ബോർഡിൻ്റെ പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിൽ തന്നെ വലിയ സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നു എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും ദേവസ്വം ബോർഡ് ഇതിൽ പ്രതിക്കൂട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെയെങ്കിൽ വിജിലൻസ് അന്വേഷണത്തിന് കോടതി നിർദ്ദേശിക്കാനുള്ള ഒരു സാധ്യതയാണ് ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം SIT ആണ് ഇതുമായി ബന്ധപ്പെട്ട ആദ്യ പരാമർശം, അല്ലെങ്കിൽ ആദ്യമായി ഈ റിപ്പോർട്ടിൽ ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചത് എന്നിരിക്കെങ്കിലും ഇത് വിജിലൻസിലേക്ക് അന്വേഷണം കൈമാറാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. വിജിലൻസ് ഇത് കേസ് എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു നിർദ്ദേശം കോടതി നൽകാനുള്ള സാധ്യതയാണ് കൂടുതൽ നിലനിൽക്കുന്നത്. കേന്ദ്ര ഏജൻസികൾ കൂടി ഇത് അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഈ സ്പോൺസർഷിപ്പിലൂടെ പണം കണ്ടെത്തി എന്ന് മന്ത്രിയും അതുപോലെ തന്നെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും പറയുന്ന ഒരു സാഹചര്യത്തിൽ ഏതൊക്കെ സ്പോൺസർമാരാണ് ഇതിന് പണം നൽകിയത്, എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ സംഭവിച്ചു എന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഏജൻസികളുടെ ഒരു അന്വേഷണം എത്താനുള്ള സാധ്യത ഏതായാലും നിലനിൽക്കുന്നുണ്ട്. കൂടുതൽ ഏതെങ്കിലും തരത്തിലുള്ള സ്പോൺസർഷിപ്പ് ഇതിലേക്ക് ലഭിച്ചിട്ടുണ്ടോ, കൂടുതൽ ഏതെങ്കിലും തരത്തിൽ പണം ചെലവഴിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശദമായി അന്വേഷിക്കാനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന അനുസരിച്ചാണെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘത്തിനോ അല്ലെങ്കിൽ വിജിലൻസിനോ കേസ് കൈമാറാനുള്ള ഒരു സാധ്യതയാണ്. ഏതായാലും കേസെടുത്ത് അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. 10 ദിവസം കഴിയുമ്പോൾ കേസ് വീണ്ടും പരിഗണിക്കുമെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനകം ദേവസ്വം ബോർഡും സർക്കാരും ഇക്കാര്യത്തിൽ മറുപടി പറയണം. ദേവസ്വം ബോർഡ് ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും ഹാജരാക്കണമെന്ന നിർദ്ദേശം കൂടിയാണ് ഹൈക്കോടതി നൽകിയിരിക്കുന്നത്. അതിനുശേഷമാകും ഹൈക്കോടതി ഏത് തരത്തിലുള്ള അന്വേഷണം ഈ വിഷയത്തിൽ വേണം എന്നത് സംബന്ധിച്ച് പറയുക. ഏതായാലും വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ ഇതിൽ നടന്നു എന്ന് ഓഡിറ്റ് റിപ്പോർട്ടിൽ വളരെയധികം വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല അക്കമിട്ട് പറഞ്ഞുകൊണ്ടാണ് ഓരോന്നും ഒന്നുകൂടി തുടരും. ഇപ്പോൾ VHP സംസ്ഥാന അധ്യക്ഷൻ ശ്രീ വിജി തമ്പി കൂടി ചേരുകയാണ്. ശ്രീ വിജി തമ്പി, അന്ന് തന്നെ ഈ ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ പമ്പയിൽ ഈ ദേവസ്വം ബോർഡും സർക്കാരും ഇത്തരം ഒരു പരിപാടി നടത്തുന്ന ഘട്ടത്തിൽ തന്നെ VHPയും താങ്കളും ഹിന്ദു ഐക്യവേദിയും അയ്യപ്പ സേവാ സമാജവും ഒക്കെ ഇതിനെ രൂക്ഷമായി വിമർശിക്കുന്നുണ്ടായിരുന്നു. കാരണം ഇതിൻ്റെ പിന്നിൽ വലിയ ദുരൂഹതയുണ്ടെന്നും ഇത് സാമ്പത്തിക തട്ടിപ്പ് ഉൾപ്പെടെയുള്ള ചില ലക്ഷ്യങ്ങളാണ് സർക്കാരിനും ബോർഡിനും ഉള്ളതും എന്നൊക്കെയുള്ള വിമർശനങ്ങൾ അന്ന് തന്നെ ഹൈന്ദവ സംഘടനകൾ ഉന്നയിച്ചതാണ്. ഇപ്പോൾ അത് ശരിവെക്കുന്നതാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ട്. ഇത് ആലോചനാ സമയത്ത് തന്നെ ഇതിനെ എതിർത്തു. മാത്രമല്ല ഹൈക്കോടതിയിൽ ഇത് സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഞങ്ങളൊരു ഹർജി ഫയൽ ചെയ്തു. പക്ഷേ അത് സ്റ്റേ ചെയ്തില്ല എന്ന് മാത്രമല്ല, അതിന് അനുമതി കൊടുക്കുകയാണ് ചെയ്തത് ഹൈക്കോടതി. ആ ഹർജിയുടെ ബേസ് ചെയ്തിട്ടാണ് ഹൈക്കോടതി ഈ ഒരു പൈസ പോലും ദേവസ്വം ബോർഡിൽ നിന്നോ അല്ലെങ്കിൽ സർക്കാരിൽ നിന്നോ എടുക്കാൻ പാടില്ല എന്നൊരു നിബന്ധന വെച്ചത്. ആ നിബന്ധനയെല്ലാം കാറ്റിപ്പറത്തിക്കൊണ്ടാണ് ഇത്ര വലിയൊരു തട്ടിപ്പാട് നടത്തിയത്. ഏകദേശം 8 കോടിയോളം രൂപ ചെലവായി. ഈ CPMന്റെ തന്നെ കൂടെയുള്ള ഈ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് അവർക്കാണ് 4 കോടി രൂപയോളം കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല ഇവിടെ സ്പോൺസേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇന്നലെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, 2 കോടി രൂപ ധനലക്ഷ്മി ബാങ്ക് കൊടുത്തെന്നും 1 കോടി രൂപ കേരള ബാങ്ക് കൊടുത്തെന്നും. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ധനലക്ഷ്മി ബാങ്കിലെ അവർ പിടിച്ചു പറിച്ചതാണ്. കാര്യം ധനലക്ഷ്മി ബാങ്കിലാണ് ട്രാവൻകൂർ ദേവസ്വം ബോർഡിന്റെ പല അക്കൗണ്ടുകളും ഉള്ളത്, ശബരിമല ഉൾപ്പെടെ. അപ്പൊ അതിന്റെ പേരിൽ ഭീഷണിപ്പെടുത്തിയാണ് ധനലക്ഷ്മി ബാങ്കിൽ നിന്ന് പണം വാങ്ങിയെന്നാണ് ഞാൻ അറിഞ്ഞത്. കേരള ബാങ്ക് പിന്നെ അറിയാമല്ലോ, നമ്മുടെ CPMന്റെ സ്വന്തം ബാങ്കാണ്. അപ്പൊ ഇത് രണ്ടും, ഈ സ്പോൺസർഷിപ്പ് പോലും തട്ടിപ്പാണ്. ഇപ്പോ ധനലക്ഷ്മി ബാങ്ക് പുറത്തു വന്ന് പറയണം, ഇത് ഞങ്ങളെ നിർബന്ധിച്ചാണ് ഞങ്ങളെ കൊണ്ട് പണം വാങ്ങിച്ചതെന്ന്. ഇല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ വിശ്വ പരിഷത്ത് ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകൾ ധനലക്ഷ്മി ബാങ്കിൽ ഒരു ഹിന്ദുക്കളും ഈശ്വര വിശ്വാസികളായ സ്വാഭിമാനികളായ ഒരു ഹിന്ദുക്കളും
ധനലക്ഷ്മി ബാങ്കിൽ ഒരു പൈസ പോലും നിക്ഷേപിക്കരുതെന്നും ധനലക്ഷ്മി ബാങ്കിൽ FDO മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പിൻവലിക്കണമെന്നും ഞങ്ങൾ അഭ്യർത്ഥിക്കാൻ പോവുകയാണ്. മാത്രമല്ല വിശ്വഹിന്ദു പരിഷത്തിന്റെ ഒരുപാട് ക്ഷേത്രങ്ങളുടെ അക്കൗണ്ട് ധനലക്ഷ്മി ബാങ്കിലുണ്ട്. അതെല്ലാം ഞങ്ങൾ വിഡ്രോ ചെയ്യാൻ പോവാണ്, മറ്റു ബാങ്കുകളിലേക്ക് കൊടുക്കാൻ പോവാണ്. ധനലക്ഷ്മി ബാങ്ക് ഇങ്ങനെ ഒരു അയ്യപ്പ ധ്വംസനത്തിന് കൂട്ടുനിന്ന അയ്യപ്പനെ നിസ്സാരമായി കണ്ട് ഈ പറഞ്ഞ കുറെ കള്ളന്മാരെ കൊണ്ടുവന്ന് അവിടെ ഒരു അയ്യപ്പന്റെ പേരിൽ ഒരു പന്ന സംഗമം, ഒരു CPM സംഗമം നടത്തിയ ഒരു ഗ്രൂപ്പിന് സ്പോൺസർ ചെയ്ത ധനലക്ഷ്മി ബാങ്കിനെ നമ്മൾ PSC ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകൾ തീർച്ചയായിട്ടും ആ ധനലക്ഷ്മി ബാങ്കിനെ ഒഴിവാക്കണം. അവരെ നമ്മൾ മാറ്റി നിർത്തണം. വിശ്വഹിന്ദു പരിഷത്തിന്റെ എല്ലാ അക്കൗണ്ടുകളും ധനലക്ഷ്മി ബാങ്കിൽ നിന്ന് ഞങ്ങൾ വിഡ്രോ ചെയ്യാൻ പോവാണ്. മാത്രമല്ല എല്ലാ ഹൈന്ദവ സംഘടനകളും ഈശ്വര വിശ്വാസികളായ ഹിന്ദുക്കളെല്ലാം തന്നെ ധനലക്ഷ്മി ബാങ്കിലെ അക്കൗണ്ടുകളെല്ലാം മരവിപ്പിക്കണം എന്ന് ഞാനിത് വിശ്വഹിന്ദു പരിഷത്തിന് വേണ്ടിയും അയ്യപ്പസ്വാമിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ ഈ ഇത് തട്ടിപ്പാണെന്ന് വ്യക്തമായിട്ട് അറിഞ്ഞു തന്നെയാണ് ഇത് ആദ്യമേ തൊട്ട് പ്രതികരിച്ചത്. പക്ഷെ ആ തട്ടിപ്പ് നടത്തിയിട്ട് അത് എന്തായി ഇപ്പൊ സംഭവിച്ചത്? ആ തട്ടിപ്പോടുകൂടിയാണ് അയ്യപ്പസ്വാമി ഇവർക്ക് പണി കൊടുക്കാൻ തുടങ്ങിയത്. ഇതിപ്പോഴൊന്നും തീരില്ല. ഇത് ഓരോന്നായിട്ട് ഇനി പുറത്തു വരും. ഇവിടുത്തെ കള്ളത്തരങ്ങളെല്ലാം പുറത്തു വരും. ഓരോ ക്ഷേത്രങ്ങളിൽ ഇവർ നടത്തിയ കൊള്ളകൾ എല്ലാം പുറത്തു വരും. കാര്യം ഈശ്വര വിശ്വാസമില്ലാത്തവന്മാർ ക്ഷേത്രത്തിൽ കയറി നിരങ്ങാൻ പാടില്ല എന്നുള്ളതാണ് വിശ്വഹിന്ദു പരിഷത്തിന്റെയും മറ്റ് ഹൈന്ദവ സംഘടനകളുടെയും നിലപാട്. ആ നിലപാടിനെ സമ്മതിക്കുന്ന രീതിയിൽ, അല്ലെ ആ നിലപാടിന് അനുകൂലമായ രീതിയിലാണ് ഇപ്പോൾ ഹൈക്കോടതി ഓരോ കണ്ടെത്തലുകളിലൂടെയും പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് ഈ പിണറായി സർക്കാരിനും CPM-നും കേരളത്തിലുള്ള ഇനിയെങ്കിലും ഹിന്ദുക്കളൊന്ന് തിരിച്ചറിയുക. ഇനിയെങ്കിലും ഹിന്ദുക്കൾ ഇവർക്ക് വോട്ട് ചെയ്യുന്നത് മതിയാക്കുക. ഇവരെക്കാളും മോശമാണ് വലത് കക്ഷികൾ. അവരുടെ ഓരോ പ്രവർത്തനങ്ങളും നമ്മൾ കണ്ടതല്ലേ. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ തിരുനാവായിൽ ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട, ഭാരതം മുഴുവൻ ഉറ്റുനോക്കിയ ഒരു മാമാങ്കം മഹോത്സവം നടന്നു. മഹോത്സവം, കേരളത്തിന്റെ കുംഭമേള. എവിടെ നിന്നെല്ലാം ആൾക്കാർ വന്നു. ഭാരതത്തിന്റെ പല ഭാഗത്തു നിന്നും സന്യാസി ശ്രേഷ്ഠന്മാർ അതുപോലുള്ള ആൾക്കാർ വന്നു. ഇവിടെ ഈ കോൺഗ്രസിൽ നിന്നോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നോ ഒരാളെങ്കിലും അവിടെ തിരിഞ്ഞു നോക്കിയോ? അതേ സമയത്ത് സമസ്തയുടെ സമ്മേളനം കോഴിക്കോട് നടന്നപ്പോൾ ഇവരെല്ലാം മൂട്ടിലെ പൊടിയും തട്ടി അവിടെ പോയിരുന്ന് താണ് വീണ് വണങ്ങുന്നത് കണ്ടല്ലോ. അപ്പോ ഹിന്ദുക്കൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക, നിങ്ങളെ അവർക്ക് വേണ്ട. നിങ്ങൾ വിഘടിച്ചു നിൽക്കുന്നു, ജാതീയമായി വിഘടിച്ചു നിൽക്കുന്നു, രാഷ്ട്രീയമായി വിഘടിച്ചു നിൽക്കുന്നു. ആ വിഘടിച്ചു നിൽക്കുന്നത് കൊണ്ടാണ് ഹിന്ദുക്കളുടെ മേൽ ഇത്രയും കുതിര കയറുന്നത്. ഇനിയെങ്കിലും മനസ്സിലാക്കൂ, ഒറ്റക്കെട്ടായി നിൽക്കൂ. ജാതി ഭേദങ്ങൾക്ക് അപ്പുറമായി ഹിന്ദു എന്ന രണ്ടക്ഷരം നമ്മെ ബന്ധുവാക്കുന്ന രീതിയിൽ എന്ന് നമ്മൾ കേരളത്തിലെ ഹിന്ദുക്കൾ ഒന്നായി മുന്നോട്ട് വരുമോ അന്ന് മാത്രമേ ഈ രാഷ്ട്രീയ നപുംസകങ്ങൾ ഹിന്ദുക്കളെ അംഗീകരിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ അവർക്ക് ഹിന്ദുക്കളെ വേണ്ട, ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ വേണ്ട, ആചാരങ്ങൾ വേണ്ട, അനുഷ്ഠാനങ്ങൾ വേണ്ട. ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളെ തച്ച് താർക്കാനും അവിടുത്തെ പൈസ അടിച്ചു മാറ്റാനും മാത്രമാണ് ഇടതുകാരും വലതുകാരും ശ്രമിക്കുന്നത്. ഇപ്പൊ ഇടതു ഭരണം, നാളെ വലതു ഭരണം വന്നാൽ നാരായണത്ത് ബാന്തന്റെ കാലിൽ ഇടതുകാലിലെ മന്ത് വലതുകാലിലോട്ട് മാറിയത് മാത്രമേ ആവുള്ളൂ. അതിനപ്പുറം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇതിനേക്കാളും മോശമായിരിക്കും അതിന്റെ അവസ്ഥ. അതുകൊണ്ട് തിരിച്ചറിയുക, ഇനിയെങ്കിലും ഹിന്ദുക്കൾ ഒറ്റക്കെട്ടായി ഈശ്വര വിശ്വാസികളായ ഹിന്ദു സമാജത്തിനെ സംരക്ഷിക്കുന്നവർക്ക് മാത്രമേ വോട്ട് ചെയ്യും തീരുമാനിക്കൂ. ഇതിനെല്ലാം ഒരു മാറ്റം ഉണ്ടാകും. വളരെ നന്ദി ശ്രീ വിജി തമ്പി. VHP സംസ്ഥാന അധ്യക്ഷൻ വിജി തമ്പിയാണ് വാർത്തയോട് പ്രതികരിച്ചത്. എന്തായാലും ശബരിമല പമ്പയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് വ്യാപകമായ സാമ്പത്തിക തട്ടിപ്പ് നടന്നുവെന്ന് ഓഡിറ്റ് റിപ്പോർട്ട് വ്യക്തമാക്കുകയാണ്. ഊരാളുങ്കൽ സൊസൈറ്റിക്ക് 4 കോടിയോളം രൂപ നൽകിയതിലുൾപ്പെടെ വലിയ ക്രമക്കേടുകൾ നടന്നുവെന്ന് ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. ഈ വിഷയത്തിൽ പ്രതികരിക്കുകയായിരുന്നു VHP സംസ്ഥാന അധ്യക്ഷൻ. ഒപ്പം ഹിന്ദു ഐക്യവേദിയുടെയും നേതാക്കൾ V ബിനീഷും R രാജീവുമാണ് ഈ വളരെ പ്രധാനപ്പെട്ട വാർത്തയുടെ വിവരങ്ങളുമായി ചേർന്ന് ഒരു